അപ്പോൾ നമ്മൾ എവിടെയാണ് ഗൈസ് പറഞ്ഞ് നിർത്തിയത്? അതെ അതെ, തിയേറ്ററിൽ നിന്ന് ഒരു ചായയും കൂടെ കുടിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. പക്ഷേ സ്പോട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഷൈൻതാത്ത കൂട്ടിയിട്ട് പോകുന്നു, ഞാൻ ബാക്കിൽ പോകുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെയാണെന്ന് ചായ കുടിക്കാനായി വന്നിരിക്കുന്നത് കേട്ടോ. ചായ കുടിക്കാൻ മാത്രമേ പ്ലാനുള്ളൂ, വേറെ ഒന്നും പ്ലാനില്ല. കാരണം ടൈം ഓൾറെഡി ലേറ്റ് ആയിപ്പോയി കേട്ടോ. അവിടെ പോയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, ഒരു പഴമയുടെ രീതിയിൽ ഉള്ള ഒരു സ്ഥലം. നല്ലോണം ഫോട്ടോ എടുക്കാം, നന്നായി ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ചധികം നേരം സംസാരിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യും. അതാണ് മെയിൻ കാര്യം, ട്രോളലാണ് മെയിൻ കാര്യം. പിന്നെ ഫോട്ടോസാണ് കൂടുതൽ എടുത്തത് കേട്ടോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ ഓർഡർ ചെയ്യാമെന്ന് നോക്കി. ചായ പിടിക്കാനാണ് പോയത്, എന്നാലും മെനു കാർഡ് കണ്ടാൽ വെറുതെ ഇങ്ങനെ നോക്കണമല്ലോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു വാനില ടീ ആയിരുന്നു കേട്ടോ. കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് സംഭവം കിട്ടിയത് നമ്മുടെ കയ്യിൽ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനെ വെച്ച് 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചായ അങ്ങ് കുടിച്ചപ്പോഴല്ലേ ഗൈസ് കിളി പോയത്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ഓക്കെ ടീ ആയിരുന്നു, അത്രയ്ക്കില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുമില്ല, ചിലവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം പറയണമല്ലോ, അത് കാരണമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കാരണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് തിരിഞ്ഞു നോക്കുന്നതെന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. അവിടെ ആരെങ്കിലും വായി നോക്കിയതായിരിക്കും, ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഗൈസ്. എനിക്കൊക്കെ തിരിഞ്ഞു നോക്കാൻ വേറെ വല്ല കാരണവും വേണം. അപ്പം നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ.